ശേഷം നമ്മൾ KSRTC ബസ് മോഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ KSRTC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മലയാളീസിൻ്റെ ഫേവറേറ്റ് ബസ്സാണ് KSRTC. അങ്ങനെ നമ്മൾ KSRTC ആയിട്ട് വന്നിരിക്കുന്നു. അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ KSRTC സൂപ്പർ ഫാസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഈ യാത്ര തുടങ്ങുന്നു. അങ്ങനെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. പിന്നെ നിർബന്ധമായ ഒരു കാര്യം പറയാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മൾ റോഡ് ടു 300 സബ്ബാണ്. അപ്പോൾ 300 സബ്ബിലേക്ക് എല്ലാവരും മാക്സിമം എത്തിക്കാൻ ശ്രമിക്കണേ. അങ്ങനെ 300 സബ്ബിലേക്ക് കിടക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഈ മാസം കഴിയുമ്പോഴത്തേക്കും 300 സബ്ബ് കിടക്കും. അങ്ങനെ നമ്മൾ ബസ്സിൽ ആൾക്കാരൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. അങ്ങനെ നമ്മുടെ ചാനലില്ല, ഞാൻ YT സ്റ്റുഡിയോ പോയപ്പോഴില്ല, എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക 97.7% പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് 2% പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ 97% പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊന്ന് തരണേ. നമ്മളിന്ന് 25 ലൈക്കാണ് ടാർഗറ്റ്. ആ 25 ലൈക്കെങ്കിലും കിടക്കണം. അങ്ങനെ നമ്മൾ നേരെ സ്പീഡ് പോകണം കേട്ടോ. നമ്മൾ റോഡ് 300 സബ്ബ് കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 300 സബ്ബിലേക്ക് എത്തിക്കണം. അങ്ങനെ നമ്മൾ പോവുകയാണ്. എന്നിട്ട് നേരെ പോവുകയും എന്നിട്ട് നമുക്ക് വേഗം നമ്മുടെ സ്ഥലത്തെത്തണം. അങ്ങനെ നമുക്ക് അപ്പുറത്ത് കിടക്കാം. ഇങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നു. എന്നിട്ട് അടുത്ത ബസ് റൂട്ട് നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാം. യാത്രയല്ലേ, കുറച്ചൊക്കെ അനുഭവം ഉണ്ടാവട്ടെ. അവ നേരെ പോകുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് വണ്ടി വന്നുകൊണ്ട് നമ്മൾ നേരെ പോയി. ഞാൻ ബസ്സൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടാണ്, പക്ഷെ നടന്നില്ല. അപ്പോഴേക്ക് ലോഡിംഗ് മാപ്പ് വന്നു. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ബസ് റൂട്ടാണ് കേട്ടോ. ഇനി നേരെ പോവാം. ഇനി നമുക്ക് നല്ല സ്പീഡിലില്ലേ, നമുക്ക് വേഗത്തിലുണ്ട് പോവാം, സമയമില്ലല്ലോ. ഓക്കെ, KSRTC ബസ്സുകാർക്കൊക്കെ ധൃതിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ പോകണ്. കാറുകാരെ മാറും. എന്ത് സ്പീഡിലാണ് പോണേ, നമ്മളറിയണ പോലും ഇല്ല. എന്താ രസം, എന്താ പറയുക, വണ്ടിയൊന്നും ഇല്ലാത്ത റൂട്ടിൽ ബസ് ഓടിക്കാൻ. പക്ഷെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടാവും നമ്മളെ ശല്യം ചെയ്യാൻ. എന്നാലും നമ്മൾ സ്പീഡിൽ വിട്ടും. ബസ്സുകാരോട് കളിക്കണ്ട. അത് നേരെ പോവുകയാണ്. നമുക്ക് മാക്സിമം ഈ ബസ് ഇടിക്കാതെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കി വെക്കാം. പക്ഷെ എനിക്ക് വലിയ തോന്നലില്ല, എന്താ പറയുക, ഉറപ്പില്ല. ഞാൻ 2-3 വട്ടമൊക്കെ 100%-ത്തിലൊക്കെ ബസ് പോയിട്ടുണ്ട്. 100% കുറയാതെ പോയിട്ടുണ്ട്. 100% പറയണത് ബസ്സിൻ്റെ ഹെൽത്ത്. ഈ ബസ്സൊക്കെ വണ്ടിയുമൊക്കെ ഇടിക്കുമ്പോഴില്ല, കുറേ കേടുപാടുകൾ ഇങ്ങനെ പറ്റും, ഡാമേജ് വരും. ഇങ്ങനെ നേരെ പോവാം. അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഇതെന്താണ്, കുഴപ്പമുണ്ടല്ലോ, മാപ്പൊക്കെ ചെറുതാണ്. കാരണം വീഡിയോ ചെയ്യുമ്പോൾ റോങ് സൈഡിലൊക്കെ പോയാൽ മാപ്പ് കാണിക്കൂല. പക്ഷേ മാപ്പ് ചെറുതാണ്, ഈ ബസ്സിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. നമ്മൾ നേരെ പോകണ ഈ എന്താ പറയുക, യാത്ര ഒരു അടിപൊളി യാത്ര ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ഗെയിമത്തല്ലേ, റിയൽ ലൈഫല്ലല്ലോ. അങ്ങനെ നമ്മൾ സ്പീഡിലെടുത്തപ്പോൾ ഒരു വണ്ടിമേ തട്ടാത്തതാണ് മഹാഭാഗ്യം. ഇനി നേരെ പോവാം. അങ്ങനെ നിങ്ങളെ എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്തോ. ഞാൻ മാക്സിമം കളിക്കാൻ ശ്രമിക്കും. ഇനി നേരെ പോവാം. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. ഇനി അടുത്ത ബസ് റൂട്ട് എത്താനായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇനി എന്നാലും നേരെ പോവാം, അത്രേ ഉള്ളൂ.
ഞാൻ പോവുകയാണ്. നമ്മളെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഉൾഭാഗമൊക്കെ കൊള്ളാട്ടോ. ക്യാമറ ഉൾഭാഗം എടുത്തത് നന്നായി. അങ്ങനെ നമ്മൾ അടുത്തതിൽ കടന്നിട്ടുണ്ട്. ഇനി ബാൻഡങ്ങാണ് കേട്ടോ, സൈറബൻ ടു ബാൻഡങ്ങാണ്. ഇങ്ങനെ തിരിയുക, ഇനി വീണ്ടും തിരിയുക, അങ്ങനെ പോകുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി നമുക്ക് തടസ്സങ്ങളില്ലാതെ അങ്ങനെ പോകണം. അങ്ങനെ പോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. ഇനിയും നേരെ പോവാം. ഓക്കെ, 2 വണ്ടികൾ തടസ്സം വരുന്നുണ്ട്. അയ്യോ, ഒരുത്തന്നെ ഇടിച്ചിട്ട് പോയി. 100% ഇപ്പം 98% നന്നായി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാര്യം നടക്കില്ല എന്ന്. 100% വരെ ബസ് ഒരു കുഴപ്പമില്ലാതെ സ്റ്റാൻഡിൽ എത്തിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നേരെ പോകുന്നു. അത്ര പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തണ ചേട്ടാ, പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിക്കുന്നു ഉദ്ദേശിച്ച്. അങ്ങനെ പോകുന്നു. അങ്ങനെ ഈ ബസ്, ഈ KSRTC ബസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. നീ 2ാം വട്ടം നീ വെറുപ്പിക്കണ, നീ വേണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും 2ാം പ്രാവശ്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അത്രമാത്രം മതി. ലൈക്കൊക്കെ ഞാൻ എപ്പോഴാണ് പറഞ്ഞിങ്ങനെ. ഇങ്ങനെ പോകുന്നു. ഇനി നമുക്ക് എവിടേക്ക് തിരിക്കാം, ഇനി എവിടേക്ക് തിരിക്കാം. അങ്ങനെ പോകുന്നു. ഈ യാത്ര ഒരു അടിപൊളി യാത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നു. അടിപൊളി യാത്രയാവും. നമ്മൾ കയറ്റത്ത് കയറുകയാണ് കേട്ടോ. കയറ്റത്ത് കയറുമ്പോൾ അടുത്തത് ഇറക്കമാവും. നേരെ വേണ്ട, ഇനി ഇറക്കമാണോ? ഓ, ഞാൻ പറഞ്ഞില്ലേ ഇറക്കമാവുമെന്ന്. ഓക്കെ, ഇവിടെ കുറച്ച് വളവും തിരിവായതുകൊണ്ട് ഇറക്കത്തുനിന്ന് ഭയങ്കര പാടാവും. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഇനി നേരെ പോവാം. ഓക്കെ, അങ്ങനെ വീണ്ടും തിരിക്കാം. ഇനി നേരെ ഇവിടെ പോയാൽ എന്താവോ, ഇറക്കമാവോ? ഇറക്കമല്ല, നേർവഴി, സ്ട്രൈറ്റ് വഴിയാണ് കേട്ടോ. ഇനി ഓക്കെ, നമ്മളങ്ങനെ അടുത്ത ബസ് റൂട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ബസ്സും കൂടി നമുക്ക് കിടക്കാൻ. ഇനി നമ്മൾ ഗെയിമിംഗ് വീഡിയോ തീരാനായിരിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോ, ഗെയിമിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇൻട്രോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. അങ്ങനെ നമ്മളെ സ്ഥലം എത്താനായിട്ടുണ്ട്. ഇതൊരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ബാക്കി എല്ലാ സീനൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇനി എന്താ പറയുക, ഇനി അടുത്ത ഗെയിമിംഗ് വീഡിയോയിലൊക്കെ കാണാം. ഇനി ബസ് റൂട്ടിലെത്തട്ടെ, അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ അവസാനം സബ്സ്ക്രൈബ് പറയില്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറയണേ നമുക്ക് ബൈ ബൈ പറയാം. സബ്സ്ക്രൈബ് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബ് പറഞ്ഞ് മടുത്തിട്ട് വീഡിയോ എന്താ പറയുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യും. അത് വേണ്ട. നേരെ നമ്മൾ പോയി, അങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ബസ് എന്താ പറയുക ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് കുറഞ്ഞ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ അവർക്ക് എത്തണമെന്ന് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. മുമ്പിലൊക്കെ ചതഞ്ഞാണ്.